ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊരു ഈദ് വ്ളോഗാണ്. ഇത് തലേദിവസം മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇത് ഈദിൻ്റെ അന്ന് രാവിലെ പള്ളിയിൽ പോവാണ്. 6:45 ഈദ് നമസ്കാരം. അപ്പം ഹസ്ലിൻ്റെ അവിടെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാ തറാവീനും അവിടെ ഉണ്ടാവും. സ്കൂൾ ഫ്രണ്ട് ബസ്മേറ്റാണ്. അവിടെ നിന്ന് ചോക്ലേറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല സന്തോഷത്തിലാണ് ഹസ്ലിനുള്ളത്. ഒരുപാട് ചോക്ലേറ്റ് കിട്ടിയ സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഈദി കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഈദി കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കൊടുക്കുന്നുണ്ട് ഈദി. അപ്പം എല്ലാം കൊണ്ടും സന്തോഷത്തിലാണ്. അങ്ങനെ ഓരോരുത്തരും ഈദി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ടി വിയിലിങ്ങനെ മാപ്പിളപ്പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പവും മട്ടൺ സ്റ്റൂ ആണ്. പിന്നെ നമ്മൾ ഒരു കാര്യം, ലഞ്ച് വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ കുറേ നാളുകളിങ്ങനെ നോമ്പ് എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇതിന് നമ്മൾ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിൽ ലഞ്ച് ഉണ്ടാക്കിയില്ല, പുറത്തുനിന്ന് കഴിക്കാനായിരുന്നു പ്ലാന്. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി എവിടെയെങ്കിലും പോയി കഴിക്കാം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനിയിപ്പം ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവാണ്. ഇതെന്ന് വെച്ചാൽ ഒരു സന്തോഷമാണ്. എല്ലാ റിലേറ്റീവ്സിനെ പോയി കാണുക, അതൊക്കെയാണ് സന്തോഷം. അങ്ങനെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോവാണ്. കസിൻസിൻ്റെ പിന്നെ ബ്രദേഴ്സിൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പോയി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ബാസ്കിൻ റോബിൻസിലൊന്ന് കയറി. കാരണം ഐസ്ക്രീം ഇതാണല്ലോ കുട്ടികൾക്ക് സന്തോഷം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും അടുത്ത് തന്നെയുള്ള കസിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ അവരൊക്കെ കണ്ട് പിന്നെ നമ്മൾ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ അബുദാബി സിറ്റിയിലാണ്. ബ്രദർ ബനിയാസ്. അങ്ങനെ അവിടെ പോയി. പിന്നെ അവരോട് പറഞ്ഞിരുന്നില്ല ലഞ്ചിനുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങി അവിടെ പോയി ഭക്ഷണം കഴിച്ചു. ഇപ്പം ദുബായിൽ നമ്മൾ കസിൻ്റെ വീട്ടിലെത്തി. കസിൻ്റെ വീട്ടിൽ അവിടെ എത്തിയപ്പോൾ തന്നെ കിച്ചണിൽ നിന്ന് നേരെ ആപ്രണ് എനിക്ക് ഇട്ട് തന്നു. പക്ഷേ ഞാനങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അവിടെയാണ് ഞാൻ ഉണ്ടാക്കിയതും. അവൾക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ അവരുണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഇതൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിച്ച് അവൾക്ക് നല്ല സന്തോഷമായി അവിടെ പോയത്. അവിടുന്ന് നമ്മൾ നേരെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ബ്രദറിൻ്റെ വീട്ടിൽ കുറേ ലേറ്റായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം ബ്രദറിൻ്റെ മക്കളാണെങ്കിലും ഉറങ്ങിയിരുന്നു. ഹസ്ലിനും ബ്രദറിൻ്റെ മക്കളും നല്ല കട്ട ഫ്രണ്ട്സാണ്. പക്ഷെ അവൻ ഉറക്കത്തിലായിരുന്നു. രാവിലെ എഴുന്നേറ്റാണ് അവർ 3 പേരും കളിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ പെങ്ങളുടെ വീട്ടിൽ പോയി. പെങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ എല്ലാവരും കൂടി ബ്രദേഴ്സ് അങ്ങനെ എല്ലാവരും കൂടി ഉമ്മുൽ ഖുറൈൻ പാർക്കിലേക്ക് പോയി. അങ്ങനെ അവിടെ ഒരു വൈകുന്നേരം അവിടെ എൻജോയ് ചെയ്ത് എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് നമ്മുടെ ഈദ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.